ഡോക്ടർ വന്ദന കൊലക്കേസിൽ പ്രതി സന്ദീപിന് തിരിച്ചടി. വിടുതൽ ഹർജി ഹൈക്കോടതി തള്ളി. വിചാരണ കോടതി നടപടികൾ തുടരാമെന്നും കോടതി. സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥ നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. റോഡുകളിലേക്ക് ഇറങ്ങുന്നത് യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുന്ന പോലെയെന്ന് വിമർശനം. ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയല്ലേ ആളുകൾ നടുറോട്ടിലേക്ക് പോകുന്നത്? ജീവൻ കിട്ടിയാൽ കിട്ടി, തിരിച്ചു വന്നാൽ വന്നു. സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം റോഡുകളും ഗതാഗത യോഗ്യമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്തെ റോഡുകളിൽ മഹാഭൂരിപക്ഷവും പൂർണ്ണ ഗതാഗത യോഗ്യമാണ്. സർ, ചെറിയൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല ജനങ്ങൾക്ക് എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. കുണ്ടും കുഴിയും നിറഞ്ഞ് തൃശൂർ എടത്തുരുത്തിയിലെ കുട്ടമംഗലം അയ്യപ്പൻപടി റോഡ്. കേരള വിഷൻ വാർത്താ പരമ്പര തുടരുന്നു. എന്നാവാ കുഴിയടയ്ക്കാം. കണ്ണമാലി ചെല്ലാനം പ്രദേശങ്ങളിലെ കടൽക്കയറ്റ പ്രശ്നം പരിഹരിക്കാത്തതിൽ വൻ പ്രതിഷേധം. തീരദേശപാത ഉപരോധിച്ചു നാട്ടുകാർ. ചട്ടപ്പോട് ഉൾപ്പെടെ ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം. ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിലേക്ക്. തെരഞ്ഞെടുപ്പിൽ ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി. ഫലം പ്രഖ്യാപിച്ച സീറ്റുകളിൽ ലേബർ പാർട്ടിക്ക് മുന്നേറ്റം. പരാജയം അംഗീകരിക്കുന്നുവെന്ന് ഋഷി സുനക്. കെയർ സ്റ്റാമർ പ്രധാനമന്ത്രിയാകും. രാഹുൽ ഗാന്ധി ദുരന്ത ഭൂമിയായ ഹാത്രസിൽ പരിക്കേറ്റവരെയും മരിച്ചവരുടെ ബന്ധുക്കളെയും കണ്ടു. ഉത്തർപ്രദേശ് സർക്കാരിന് വീഴ്ചയുണ്ടായെന്ന് രാഹുൽ. ഒന്നാം പ്രതി പ്രകാശ് മധുക്കറെ കണ്ടെത്താനായി 40 അംഗ അന്വേഷണ സംഘം. കോപ്പ അമേരിക്കയിൽ സെമി ബർത്ത് ഉറപ്പിച്ച അർജന്റീന. ക്വാർട്ടറിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി. അർജന്റീനയുടെ രക്ഷകനായത് ഗോൾ കീപ്പർ മാർട്ടീനസ്. യൂറോ കപ്പ് ക്വാർട്ടറിൽ ജർമ്മനി സ്പെയിനെയും പോർച്ചുഗൽ ഫ്രാൻസിനെയും നേരിടും.